ഈ കൃപ വന്നാല് നിങ്ങൾക്ക് വന്നു നോക്കട്ടെ, അപ്പോഴറിയാം ഇതല്ല. കണ്ടോ? അത് വരുമ്പോഴാണ് നമ്മളെ പുറപ്പാട് 4:1-17 വനം വരും. അതെങ്ങനെയാണ് വരുന്നത്? വടിയാണ്, 2 വടി. അത് വായിച്ചോ? അതിപ്പോ മോശ പറഞ്ഞു അവർ എന്നെ വിശ്വസിക്കുകയില്ല, എന്റെ വാക്ക് കേൾക്കുകയില്ലെന്ന്. കണ്ടോ? കർത്താവിനെ പറ്റി പറഞ്ഞു, ഏയ് അത് ഞങ്ങളുടെ കർത്താവാണ്, ഇയാൾക്ക് എന്തത് കാര്യമാണ്. കണ്ടോ? പറയല്ലേ? അവരാരും ഹൃദയം വിട്ടുകൊടുത്തോ? ഇല്ല. അതുപോലെ നിങ്ങൾ ഹൃദയം വിടുമ്പോഴാണ് ഈശോയ്ക്ക് ടോട്ടൽ സറണ്ടർ ചെയ്യണം. സംശയിച്ച് നിൽക്കരുത്. സംശയിച്ചിരിക്കുന്ന വല്ലതും കിട്ടുവാ. അതാണ് യാക്കോബ് 1:1-8 വനം. ആ 2-8 വനം വായിച്ച സംശയിച്ച ഒന്നും കിട്ടിയില്ല. സംശയിച്ചുകൂടാ, വിശ്വാസത്തോടെ. മത്തായി 21 ആ 18-22 വനത്തില് ആത്തിമരത്തെ ശപിച്ച ഉടനെ കണ്ടോ, ആത്തിവൃക്ഷം കരഞ്ഞു. കണ്ടോ? അതിപ്പോഴും നടക്കുമോ? നടക്കും. നിങ്ങൾ വിശ്വാസത്തോടെ ഒന്നൊരു ബന്ധിച്ചു നോക്ക്. കണ്ടോ? നടന്നിരിക്കും. അത് ഒരു മന്ത്രം ചെയ്തൊരു മരം ഉണ്ടെങ്കിൽ അത് ബന്ധിച്ചു നോക്ക്, അപ്പ കരിയും. അത് കരിയാൻ തുടങ്ങും. സംശയമുണ്ടോ? സംശയിച്ചാലും ഒന്നും നടക്കില്ല. അതാണ് പൂർണ്ണ വിശ്വാസം. അത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ പൂർണ്ണ വിശ്വാസം കിട്ടിയത്? ടോട്ടൽ സറണ്ടർ. റോമ 6:22 അടിമയാകണം ഈശോയ്ക്ക്. കണ്ടോ? അതാണ് നിയമവർത്തനം 4:29, സംഗീതം 119-58 എല്ലാം ടോട്ടൽ പൂർണ്ണമായിട്ട് കർത്താവിന് ഹൃദയം വിട്ടുകൊടുക്കണം. കേട്ട വചനമാണെന്നും പറഞ്ഞ് ഇരുന്നാലോ, അത് ബുദ്ധിയിലാണ്. കണ്ടോ? അതൊക്കെ ബുദ്ധിയിലാണ്. ഫിലിപ്പിയർ 3:1 നിങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകും. അതാണ് ഞാൻ പുറപ്പാട് വായിക്കാൻ പറഞ്ഞത്. ആത്മാവിൽ പറഞ്ഞു തരാനാണ്. ഇതൊക്കെ ആത്മാവിന് വേണം. അതുകൊണ്ടാണ് ഈ ആക്ട് 8:31 ആ എത്യോപ്യയിൽ നിന്ന് വന്ന ആ ഷണ്ടൻ, രാജ്ഞിയുടെ ഭണ്ഡാര സൂക്ഷിപ്പുകാരൻ, ആ പള്ളിയും കഴിഞ്ഞ് പോരുകയാണ് ജെറുസലത്ത് നിന്ന് ആരാധിച്ചിട്ട്. ആരെങ്കിലും വ്യാഖ്യാനിച്ച് തരാതെ എങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കും? കണ്ടോ? ആത്മാവിൽ വേണം എല്ലാം വിവേചിക്കാനായിട്ട്. അല്ല ജഡത്തിൽ നിന്നിട്ട് കണ്ടാൽ വല്ലതും കിട്ടുമോ? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് യോഹന്നാൻ 18:36-38 വചനം. പീലാത്തോസ് ചോദിച്ചു, സത്യം എന്താണ്? അപ്പൊ എന്താ പറഞ്ഞത്? എന്റെ രാജ്യം ഇതല്ല. ആണ്ടോ? തീർന്നില്ലേ? എന്റെ രാജ്യം ഐക്യമല്ല. പണമുണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും, ഇതൊന്നുമില്ല. എന്റെ രാജ്യം ആത്മാവിന്റെ രാജ്യമാണ്. ഈശോ പറഞ്ഞതാണ്, എന്റെ രാജ്യം വചനമാണ്. വചനം എന്താണ്? സ്വർഗമാണ്. വചനം ദൈവമാണ്. വചനം ആത്മാവാണ്. എന്റെ രാജ്യം ഇത് ആത്മാവിലാണ്. എല്ലാം നമ്മൾ ഡിസേൺ ചെയ്യേണ്ടത്, ജഡത്തിലല്ല. അതുകൊണ്ടാണ് കൃപയിൽ വരണമെന്ന് പറയുന്നത്. കൃപാവചനസ്സുകളും കൃപയിൽ തന്നെ വരണം. ഇനി വയരത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈശോ പ്രത്യക്ഷപ്പെട്ടാല് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പറ. മടത്തിൽ പോയി പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല. നിങ്ങൾ പെങ്ങളുടെ അളിയനൊക്കെ ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. ചേട്ടനും അച്ഛനും ഉണ്ടെങ്കിൽ ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. പിന്നെ ഇവിടെ അരവിനെ പോയി പറഞ്ഞാൽ വിശ്വസിക്കുക. ആര് വിശ്വസിക്കും? ചെയ്യാൻ പോണ എന്താണ്? പറയാൻ മാർഗം അറിയാമല്ലോ. പിടിച്ചോണ്ട് പോകും, കെട്ടിക്കൊണ്ടു പോകും. ഈ അവസ്ഥയിലാണ് ഇപ്പൊ ലോകം ഇരിക്കുന്നത്. കണ്ടോ? ഒരാളും വിശ്വസിക്കില്ല. എന്നാ പൗലോസ് പറഞ്ഞ കർത്താവിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ലോകത്തോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ആരോടും പറഞ്ഞ കാര്യമില്ല. യോഹന്നാൻ 14:17 മറ്റുള്ളവരാരും ഈ ആത്മാവിനൊന്നും അറിയില്ല.
എന്ത് പറഞ്ഞാലും അവനവന്റെ ബുദ്ധിയിലാണ് കാണുന്നത്. ഈ ഇവരെങ്ങനെ വരും? ഞാൻ അവരെ അറിയാനല്ലോ. ഈശ്വരനോട് പറഞ്ഞില്ലേ, മാർക്കോസ് 6 1 തൊട്ട് 6 അവൻ തച്ചന്റെ മകനല്ലേ. കണ്ടോ? ഇത് ഞാൻ ഒരിടത്തൊരു പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോഴേ, പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു, പുള്ളിക്കാരൻ എന്നെ വഴി വെച്ച് വിളിച്ചതാ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോ ഞാൻ പോകാനായിട്ട് കാത്തിരുന്നു. എന്താണെന്ന് ചോദിച്ചു. അപ്പോ ഒരു കുപ്പി എടുത്തുകൊണ്ട് വന്നേക്കണം. കണ്ടോ? ഫോറിൻ വിസ്കി. നമുക്ക് രണ്ടരും കൂടി അടിക്കാൻ ആരും കാണിയതെന്ന്. അതെന്തുകൊണ്ടാണ്? ജഡത്തിലാണ് പുള്ളി, നമ്മൾ ആത്മാവിലാണ്. വ്യത്യാസമാണത്. ജഡത്തിലും ആത്മാവിലും. അതായത് പുള്ളി കാണുന്ന കാഴ്ചപ്പാട് അതാണ്. കാരണം എൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പൊ പിന്നെ അറിയാൻ എന്നെ. അതുകൊണ്ടാണ് നമ്മൾ മാറ്റം വന്നത്. പുള്ളിക്കറിയാമോ? മനസ്സിലാകുന്നില്ല. നമുക്ക് വിശ്വാസം വന്നതും ഈശോയില് കണ്ടോ, എഫെസോസ് 2:8-9 യേശുക്രിസ്തുവിൽ കൂടിയുള്ള വിശ്വാസത്തിൽ കൂടിയാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. എടുത്തുകൊണ്ട് വന്നു. കണ്ടോ? ഇതുപോലെയാണ്. അതുകൊണ്ട് അതാണ് ഈശോ തോമസ് ചേട് പറഞ്ഞത്, യോഹന്നാൻ 20:29, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ഇപ്പൊ ആ വിശ്വാസം ഈ കേരളത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ലോകത്തിൽ ഇപ്പോഴെങ്കിലും ക്രിസ്ത്യാനിറ്റി നിൽക്കുന്നത്. കണ്ടോ? ആ ഒരൊറ്റ വചനമാണ് നിൽക്കുന്നത്. യോഹന്നാൻ 20:28, എന്റെ ദൈവമേ, എന്റെ കർത്താവേ. നിങ്ങൾ വല്ലവരും വിളിച്ചിട്ടുണ്ടോ അതുപോലെ? ഇപ്പൊ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അള്ളായെന്നാ, ശരണമെന്നൊക്കെ വിളിക്കും ഇല്ലേ? വേണ്ടാത്തൊക്കെ വിളിച്ചു കൂട്ടുമായിരുന്നില്ലേ? ഇപ്പോഴോ? ഇപ്പൊ വചനത്തിന് ശക്തികളൊക്കെ അറിയാൻ തുടങ്ങിയില്ലേ? ഇത്രയും ശക്തി ഉണ്ടോ വചനത്തിനെന്നല്ലേ? മാർക്കോസ് 12:24, മത്തായി 22:23, 9 വിശുദ്ധ ലിഖിതങ്ങൾ അറിയുന്നതിലും ദൈവത്തിന്റെ ശക്തി അറിയുന്നതിലും. ഇപ്പൊ നമുക്ക് ഹരമല്ലേ ജീസസ് ഇല്ലേ? ഒരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാല് യുദ്ധത്തിന് പോകാൻ എന്ത് റെഡിയാണല്ലേ? ഇപ്പൊ എല്ലാവരും തയ്യാറല്ലേ? ഇനി ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞ് ഞാൻ ഈ 2 പേര് പല സ്ഥലങ്ങളിലോട്ട് വിടാം. പേര് തന്നാ മതി. പോയി നിങ്ങൾ ചെയ്യുക. കർത്താവിന്റെ രാജ്യം അങ്ങനെയാണ്. കണ്ട, ഈശോ എല്ലാം പ്രവർത്തിച്ചോളും. നിങ്ങളെ ശക്തരാക്കും. അനുഭവമാണ് എല്ലാ സമ്പത്തും. ജ്ഞാനം 8 1 തൊട്ട് 8 വചനത്തില് അനുഭവമാണ്. ദൈവം പഠിപ്പിച്ചു തരും. പലതിനും കുറവുണ്ടായെന്ന് മടങ്ങി വന്നപ്പോ ഈശോ ചോദിക്കുകയാണ്. ലൂക്കായ 22:35 എന്താ? അവിടെ പോയി വന്നവരോട് ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് എന്തിൻ്റെങ്കിലും കുറവുണ്ടായോ? ഉണ്ടായോ? ആണോ? ഒന്നിനും കുറവുണ്ടായില്ല. കണ്ടോ? നിങ്ങൾ ഒന്നിനും കുറവുണ്ടായില്ല. നിങ്ങൾ മടങ്ങി വരുമ്പോഴാ സുന്ദരനും സുന്ദരികളുമായിട്ടായിരിക്കും മടങ്ങി വരുന്നത്. കേട്ടോ? ബ്യൂട്ടിഫുൾ ആവും നിങ്ങളെല്ലാം. ആരോഗ്യം വരും. ഈ പ്രയാസവും ദുഃഖമൊക്കെ പോവും ഇല്ലേ? പോയിട്ടുള്ളവർക്കൊന്നും തോന്നല്ലേ? ഒന്ന് കൈവക്കാമോ? അങ്ങനെ അനുഭവം. പ്രൈസ് ദി ലോർഡ്. പോയി കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോഴുള്ള സന്തോഷം എന്തായിരിക്കും? എല്ലാം മാറും, ദുഃഖങ്ങളും. അതാണ് യെശയ്യാ 65 16 17 വാക്യത്തില്. അത് 25 വരെയുള്ള വനം എഴുതിക്കോ. പഴയതെല്ലാം പോയി. അവിടെ പ്രായമുണ്ടോ? എനിക്ക് കണ്ണു കാണാൻ പാടില്ലെന്നും പറഞ്ഞിരിക്കുവാ. എനിക്ക് 100 വയസ്സായി നടക്കാൻ പാടില്ലെന്നും പറഞ്ഞിരിക്കുവാ. ഇല്ല, അവരും പോയി കൊടുക്കും കർത്താവിന് ധൈര്യത്തോടെ. പ്രായമെല്ലാം എടുത്ത് മാറ്റും കർത്താവ്. ശാരീരിക രോഗങ്ങളെല്ലാം മാറ്റും. ഞാൻ ഹൃദയരോഗിയാണെന്നും പറഞ്ഞിരിക്കുവാ. അയാളായിരിക്കും മുമ്പിൽ കയറി പടവെട്ടണത്. ഇതാണ് ദൈവത്തിന്റെ. നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കർത്താവ് കൊണ്ടുപോകും. യോഹന്നാൻ 21:18 വാക്കില് എന്താണ് പത്രോസ് പറയാണ്? കണ്ടോ? ഈ പത്രോസൊക്കെ ആദ്യം ഓടിക്കളയാനൊക്കെ വിചാരിച്ചിരുന്നവരാണ്. ഇടക്കിടക്ക് പീഡനമൊക്കെ വരുമ്പോ മുങ്ങിക്കളയും. കണ്ടോ? നമ്മളും അങ്ങനെയൊക്കെയല്ലേ? തല്ലിപ്പറയും, അങ്ങനെയൊക്കെ നടക്കും. എല്ലാം ഉണ്ടാവും. ഈശോയ്ക്ക് അറിയാതില്ല. പക്ഷെ വെട്ടി വെട്ടി ഒറ്റ വെട്ടി എനിക്ക് കർത്താവ് കൊണ്ടുവരും. വായിക്കേ. ആ, ഇഷ്ടമുള്ളിടത്തോട്ടും പോയിക്കൊണ്ടിരുന്നില്ലേ? ഷാപ്പിലും അവിടെ ഇവിടെ വേണ്ടാത്തിലും ക്ലബ്ബ് പ്രസിഡന്റും റോട്ടറിയും. ഇത് കിട്ടിയില്ലെങ്കിൽ പറ്റിയല്ല അല്ലേ? ഉടുപ്പൊക്കെ കിട്ടി അല്ലേ? മേടിച്ച് മൊമെന്റൊക്കെ കൊണ്ടു നടക്കുമ്പോ പത്രത്തിലും പട്ടവും ഓട്ടി നടക്കും. പിന്നെ നിന്റെ അരമുറുക്കും മറ്റൊരുവൻ. നീ ആഗ്രഹിക്കാത്തടുത്തോട്ട്
നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പൊ മനസ്സിലായ? ദൈവത്തിന്റെ പദ്ധതി അതാണ്. അതിനാണ് നിങ്ങളെ ഇതെല്ലാം പഠിപ്പിക്കുന്നത്. ആദ്യം പാപം ചെയ്യിച്ചത് എന്തിനാണ്? പറ. എല്ലാം പഠിപ്പിക്കാനാണ്. അപ്പൊ പാവത്തെ പറ്റി വല്ലവരും പറഞ്ഞു തരണോ? എല്ലാം എക്സ്പേർട്സ് ആണ്. സകലത് എക്സ്പേർട്സായി മാറിയ. എന്നിട്ട് ഈ 10 ദിവസക്കാരായിരുന്നു ഈശ്വര കൂടെ നടന്നവരൊക്കെ. മഗ്ദലന മറിയമാരായിരുന്നു. പിട്ടിച്ച കിട്ടുമായിരുന്നു. ബ്രാലായിരുന്നു. അത് വന്ന് കീഴടങ്ങിയോ? ആദ്യം ഈശോ പ്രത്യക്ഷപ്പെട്ട ആർക്കാണ്? ലൂക്ക 24:11 മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പോ ഓടിച്ചെന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ എന്റെ ഗുരുവിനെ, ആ പറച്ചിലൊക്കെ ഭയങ്കരമായിരിക്കും ഗുരുവിനുള്ള സ്നേഹം കൊണ്ട്, കണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ആൾക്കാരെന്ത് പറഞ്ഞു? കെട്ടുകഥ. അവര് പറഞ്ഞ കെട്ടുകഥയാന്ന്. ഇതൊക്കെ കെട്ടുകഥ. എന്നിട്ട് എല്ലാം പിന്നെയും പോയി മീൻ പിടിക്കാൻ. മറ്റവര് പോയോ? സഹോദരികള്. അവർ ഈശോയുടെ വിശ്വസ്തരായിരുന്നു. കണ്ടോ? ആരെങ്കിലും സഹോദരി ഈശോയെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒറ്റെണ്ണം പറഞ്ഞിട്ടില്ല. ലൂക്ക 8:1-3 വനത്തില് അവർ ചുറ്റിനും കർത്താവിന്റെ കൂടെ നടന്നിരുന്നു. കണ്ടോ? ആ മറിയമാകട്ടെ, പിന്നെ ഒരാളുണ്ടായിരുന്നു ഇത്തിരിക്ക് ലോകാര്യത്തിൽ പോണത്, മാർത്ത. കണ്ടോ? 2 പേരും മാർത്തായും. കണ്ടോ? ഈശോ ആ ലാസറിന്റെ കൂടെ വന്ന് കഴിക്കുന്നതുണ്ടോ ഭക്ഷണം? അപ്പൊ നല്ല, അതുകൊണ്ടാണ് ഈശോയെ ഭോജനപ്രിയനാണെന്നൊക്കെ പറഞ്ഞത്. മത്തായി 11:19 ഈശോ ഭോജനപ്രിയനും പാപികളുടെ കൂടെ നടക്കുന്നവനും ചുങ്കക്കാരന്റെ കൂടെ നടക്കണമെന്ന്. ഈശോ എവിടത്തെ പോയാലും നല്ല ഭക്ഷണമൊക്കെ കഴിക്കും. കാര്യം എന്താണ്? ദൈവമാണ്, ദൈവം തന്നെയാണ്. ഈശോയ്ക്ക് വ്യത്യാസമുണ്ടോ? പണക്കാരനാണ്, ദരിദ്രനാണ്. ഇപ്പൊ നമ്മൾ പ്രാർത്ഥന ഗ്രൂപ്പൊക്കെ പണക്കാരുടെ ഗ്രൂപ്പ്, പാവങ്ങളുടെ ഗ്രൂപ്പ് ഇല്ലേ? ഉണ്ടോ? അതേ ഉള്ളു. ഈശോയ്ക്ക് ഒരു വ്യത്യാസമില്ലെന്ന്. എല്ലാവരും ഒരുപോലെയാണ് ദൈവത്തിന്. എന്തുകൊണ്ടാണ്? വചനം നിങ്ങളിൽ വരുമ്പോൾ എൻ്റെ അമ്മയും സഹോദരികളും, ഈശോ പറഞ്ഞില്ല, സ്ത്രീയെ നിങ്ങൾക്കും വചനം വരട്ടെ, നിങ്ങളും ആ വിധത്തിലായി പോവും. കണ്ടോ? അപ്പൊ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും എൻ്റെ ഭർത്താവ് വിട്ടുപോകാന്നൊക്കെയുള്ള പേടിയുണ്ടാവും. അതൊക്കെ പോവും, കർത്താവ് എടുത്ത് കളയും. അതിന് ഭാര്യനെയും ശരിയാക്കും കർത്താവ്. എവിടെയെങ്കിലും ഇട്ട് ഭർത്താവിനെ ശരിയാക്കും. അതിന് കർത്താവിന് അറിയാം എന്തെല്ലാം കൊടുക്കണമെന്ന്.